Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. നമസ്കാരം. ലൈഫ് ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം തിരുവനന്തപുരം പേട്ട അക്ഷരവേദിയിലെ പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും MD-യുമായ ഡോക്ടർ സ്വീറ്റി നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിഷയം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ, പ്രത്യേകിച്ചും വളരെ ചെറുപ്പത്തിലുള്ള പെൺകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു അസുഖമാണ് ഈ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. എന്താണിത്? അടിസ്ഥാനപരമായി എന്താണിത്? ശരിക്കും ഈ ടോപ്പിക് ഇതൊരു ടോപ്പിക്കായിട്ട് പറയേണ്ടി വരുന്ന തന്നെ ഒരുപാടായി ഇപ്പോൾ എൻ്റെ OP-യിൽ തന്നെ ഒരു 10 പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാം, ഒരു 6 പേരെങ്കിലും ഈ 6 തൊട്ട് 7 പേരെങ്കിലും ഈ പർട്ടിക്കുലർ പ്രയാസമായിട്ട് വരുന്നവരായിരിക്കും. സോ ഈ പലർക്കും ഇതിനെ പല രീതിയിൽ അറിയാമായിരിക്കും. എന്ത് സംഭവം എന്ന് അറിഞ്ഞില്ലെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOD എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു എല്ലാവർക്കും കൂടുതൽ അറിയുന്ന PCOD എന്നാണ്. പക്ഷെ ഇത് എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പല കുട്ടികൾ വന്നിട്ട് കൂടുതലും ചെറുപ്പക്കാരിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ടീനേജ് തൊട്ട് തുടങ്ങി ഒരു 25-26 മാരേജബിൾ ഏജ് എന്ന് നമ്മൾ പറയില്ല, ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, കാഠിന്യം കൂടുതലുള്ളത്. സോ ആ ഒരു സമയത്ത് നമുക്ക് നോക്കാമെങ്കിൽ എല്ലാം ആ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെ വെച്ചാൽ ആ കുട്ടികൾ തന്നെ വന്നിട്ട് പറയുന്നത് പല സ്ഥലത്ത് പോയിട്ട് കറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ എൻ്റെ അടുത്ത് തിരിച്ച് അവസാനം വരുന്നത്. അങ്ങനെയാണ് ഞാൻ കുറേ റിപ്പോർട്ട്സൊക്കെ ആയിട്ടാണ് ഇവരെ കാണുന്നത് തന്നെ, അവരെവിടെയൊക്കെയോ ചെയ്തതിൻ്റെ. അപ്പം അവർ വന്ന് പറയുന്ന ഡോക്ടറെ എനിക്ക് PCOD-യുടെ അസുഖമുണ്ട്. ഇങ്ങനെയാണ് ആദ്യം പ്രസന്റ് ചെയ്യുന്നത് തന്നെ. ഇങ്ങോട്ട് രോഗി തന്നെ ഡിസീസ് പറഞ്ഞു തരിക ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഈ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം PCOD-യുടെ ഡിസീസ്? അത് എന്താ സംഗതി എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും അറിയില്ല. ഏതോ അടുത്ത് പോയപ്പം സ്കാൻ ചെയ്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് PCOD ഉണ്ട്. അപ്പം വേറൊരു വേറൊരു സ്ഥലത്ത് പോയപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പല്ലവി ഇതാണ്. അപ്പം വേറൊരു ഗൈനക്കോളജി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിയുമ്പോൾ ശരിയാവും, പോയി വണ്ണം കുറച്ചിട്ട് വരൂ. നമുക്ക് വരുന്ന കോൾസ് തന്നെ പലപ്പോഴും പക്ഷെ ഈ സങ്കടമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പോയി വണ്ണം കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്. ഒരു 150 ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അവർക്കൊരു 80 കിലോ ഉണ്ട്, അതായത് 30 കിലോ ഓവർ വെയിറ്റ്. ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയി വണ്ണം കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുകൾക്ക് അറിയേണ്ടത്, ഇത് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് വണ്ണത്തിൻ്റെ മാത്രം കാരണമാണോ, ഇത് വണ്ണം കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണോ, അതല്ല ഇതിൽ ഈ ഓവറി എന്നൊരു വാക്ക് വരുന്നുണ്ടല്ലോ, പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശയം, സ്ത്രീ അവയവങ്ങളിൽ ഉള്ള ഒരു സംഗതിയാണ്. അപ്പം അതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ? പിന്നെ ഇതേ പേഷ്യൻ്റ് നോക്കുമ്പോൾ അവർക്ക് വേറെ വരുന്ന, അവരെ കൂടുതൽ അലട്ടുന്ന പ്രശ്നം പീരിയഡ്സ് വരാത്തതൊന്നുമല്ല, പീരിയഡ്സ് വരാതെ ഇരിക്കും, അല്ലെ വന്നാൽ നിൽക്കാതിരിക്കും, അതൊക്കെ അവർ സഹിക്കും. അവരെ ഏറ്റവും കൂടുതൽ സ്ത്രീ ആയതുകൊണ്ട് അവരെ അലട്ടുന്ന ഒരു മെയിൻ പ്രശ്നം മുഖത്ത് മുഴുവൻ മുഖക്കുരു വരുന്നു. പുരുഷന്മാരെ പോലെ മീശയും താടിയും ഒക്കെ വരുന്നുണ്ട്, പിന്നെ മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട്. സോ ഇത് ഒക്കെയാണ്. പിന്നെ കറുത്ത പാടുകൾ മുഖത്തൊക്കെ, ഇതാണ് അവരെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം. സോ ചിലര് ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ ആദ്യം ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും സ്കിന്നും ലേസറും ഒക്കെ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് കണ്ടുപിടിക്കുന്നില്ല.
അവരത് സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രം കരുതി മുമ്പോട്ട് പോകുന്നവരുണ്ട്. സോ അവിടെയൊക്കെയാണ് നമ്മൾ ഇത് ശരിക്കും നമ്മൾ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി സിംറ്റംസ് അല്ലെങ്കിൽ ഒത്തിരി അസുഖങ്ങളുടെ ഒരു ചേർച്ചയാണ് നമ്മൾ സിൻഡ്രോം എന്ന് എപ്പോഴും പറയുന്നത്. ഒത്തിരി പ്രോബ്ലംസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിനെ നമ്മൾ സിൻഡ്രോം എന്നൊരു പേരിട്ട് വിളിക്കുന്നത്. ഇതേ സെയിം സാധനത്തിന് PCOS എന്നും പറയും, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നും പറയാം. സോ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നതിന്റെ അടുത്ത ലെവലാണ് ഈ സിൻഡ്രോം. അതായത് എല്ലാ തലത്തിലേക്കും അത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ. സോ ആക്ച്വലി ഇതിന് ഇപ്പം നമ്മൾ വിളിക്കുന്നത് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിത രീതി കൊണ്ട് നമുക്ക് ഉണ്ടായി കിട്ടുന്ന ഒരു അസുഖം, അത് ചെറുപ്പം മുതലേ. അതായത് ഇന്നലെയും ഇന്നും ചിലരൊക്കെ ഒന്ന് പറയും, ഡോക്ടറെ 22 വയസ്സിൽ ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇത് എത്ര വർഷമായി, ഇന്നലെയാണോ തുടങ്ങിയത്, കഴിഞ്ഞ മാസമാണോ തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ് ഇത് നിങ്ങളുടെ 14-15 വയസ്സിൽ ആദ്യമായിട്ട് പീരിയഡ്സ് വരുന്ന സമയം തൊട്ടേ നിങ്ങളിലുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു കാഠിന്യം കൂടിക്കൂടി വരുന്ന, ഇന്റൻസിറ്റി കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലായിരിക്കും അവർ നമ്മളെ കാണുന്നത്. ആ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഈ മുടി വളർച്ചയും മുഖക്കുരുവും കറുത്ത പാടുകളും വണ്ണം ഭയങ്കരമായിട്ട് ഈ 2 സൗന്ദര്യ പ്രശ്നം വരുമ്പോഴാണ് കാണാൻ വരുന്നത്. മുഖക്കുരു, പിന്നെ ഈ മീശയും താടിയും വളരല്, പിന്നെ വണ്ണം. ഇതെല്ലാം സൗന്ദര്യത്തെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഭാഗ്യവശാൽ അവർ ഡോക്ടറെ കാണാൻ വരുന്നത്. ആക്ച്വലി ഇതുവരെയൊക്കെ പോകാതെ, കുട്ടികൾ ഉണ്ടാവാതെ ഒരു വന്ധ്യത എന്നുള്ള ഒരു വലിയൊരു അവസ്ഥയിലുണ്ട് എല്ലാ ഈ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ചെന്ന് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി, ഒരു 80% പേർക്കെങ്കിലും. സോ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ഈ ഫസ്റ്റ് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഞാൻ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം അത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമുക്കതിനെ ഒരു പരിധി വരെ അതിനെ തടഞ്ഞു നിർത്താനും പറ്റുന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മുടെ ഭക്ഷണ രീതികൾ, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് ഈ ഡിസീസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഭക്ഷണം നമ്മൾ ഇപ്പോഴല്ല, ഒരു 10-11 വയസ്സ് തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തു തുടങ്ങുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന രീതി, അപ്പം അത് ഏതാണ് അവർ പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടിയെ നമ്മൾ തന്നെ ചിലപ്പോൾ നയിച്ചു എന്നിരിക്കും ഒരു കാര്യം. പിന്നെ രണ്ടാമത് ചെറിയ വ്യായാമമെങ്കിലും, ചെറിയ ചെറിയ എക്സസൈസെങ്കിലും മടി കൂടാതിരിക്കാൻ ആ പെൺകുട്ടിയെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തേർഡ് തിങ്, ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇപ്പം ചില കുട്ടികളുണ്ടാവും ഒരു ഉച്ചയ്ക്കൊക്കെ സ്കൂൾ കഴിയുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 മണിക്ക് വന്നു, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു, ഉടനെ കയറി കിടന്ന് ഉറങ്ങും. 2 തൊട്ട് ഒരു 4-5 മണി വരെയൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് ട്യൂഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. സോ അങ്ങനത്തെ പിന്നെ നൈറ്റിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ കുറെ നേരം ഇരിക്കുന്നവരുണ്ട്. അപ്പം അത് ഒത്തിരി നൈറ്റ് ആവും അവര് ഈ ഉറങ്ങാനും ഒക്കെ. സോ ഈ ഇങ്ങനത്തെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ചിട്ടകള്, ഒരുപാട് ചെറിയ തോതിലൊക്കെ ചിട്ടകൾ നമുക്ക് ചിട്ടയ്ക്ക് ജീവിക്കാന്നൊക്കെ പറഞ്ഞ പ്രയാസമാണ്. എന്നാലും അങ്ങനെ അല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ തെറ്റിക്കാം. പക്ഷെ വലിയ തോതിൽ അത് തെറ്റിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഇതിപ്പോ നമുക്കിപ്പോ ആദ്യം അറിയേണ്ടത്, ഇപ്പൊ പലർക്കും അറിയാതെ എന്തൊക്കെയാണ് കാരണം. സോ ഫസ്റ്റ് ഇത് എങ്ങനെ, ഇതിന്റെ ഈ ഭക്ഷണ രീതികളുടെ തുടക്കം എന്താ? ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുട്ടികളില് നമ്മൾ അമിതമായ മധുരം, അതാണ് ഏറ്റവും വലിയ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 5-6 കാര്യങ്ങൾ ഇതിന്റെ. ഒന്ന്, ഏറ്റവും അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്ന കുട്ടികൾ. അതായത് മിക്ക കുട്ടികളും ഇപ്പൊ ഈ വളരെ ഹാർഡ് ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ്സും, പിന്നെ വളരെ ചോക്ലേറ്റ്സിൽ തന്നെ ഹെവി ആയിട്ടുള്ള ചോക്ലേറ്റ് കണ്ടന്റ് ഉള്ള അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും അതൊക്കെയാണ് ഇപ്പോൾ താല്പര്യം. പഴയ മറ്റേ നമ്മുടെ സാധാരണ മുട്ടായും അങ്ങനത്തെ ഒന്നും അല്ല, ഹെവി ചോക്ലേറ്റ്സ്, അതിൻ്റെ വലിയ ബാറ്, ഇങ്ങനെയൊക്കെ ഡെയിലി കഴിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് അച്ഛനോ അമ്മയോ വിദേശത്തുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഈസിലി അവൈലബിൾ ആയിരിക്കും അവർക്ക്. സോ അപ്പോൾ അവർ ഒത്തിരി ചോക്ലേറ്റ്സും അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, അത് അമ്മമാര് തന്നെ ചിലപ്പം സ്നേഹം കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്വയം വീട്ടിൽ എല്ലാം ഉണ്ടാക്കാൻ ഉള്ള മടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ സമയം ഉണ്ടായിരിക്കില്ല, വർക്കിംഗ് മദർ ആയിരിക്കും. സോ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർ മാക്സിമം എന്ത് ചെയ്യും, ബേക്കറി എന്നുള്ള കുറേ സംഗതികൾ വാങ്ങിച്ച് വീട്ടിൽ വെക്കും. കുട്ടി സ്കൂളിൽ നിന്ന് വന്നതും അത് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കും സ്നാക്കായിട്ട്.
സോ അങ്ങനത്തെയൊക്കെ ശീലങ്ങൾ ഇപ്പം പുതിയതായിട്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലങ്ങൾക്കുള്ളിൽ ഉണ്ടായ ശീലങ്ങളാണ്. സോ അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാലും നമ്മൾ യൂഷ്വലി തീരെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇറ്റ്സ് ഓക്കെ, പിന്നെ പക്ഷെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് ഉണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി അത് ഡെയിലി റുട്ടീനാക്കി മാറ്റുകയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു ചായയോ എന്തെങ്കിലും കുടിക്കുന്നെങ്കിൽ അങ്ങനെ പാലോ വോട്ടെവർ, അതിൻ്റെ കൂടെ ഈ മിക്ക ഈ സംഭവങ്ങളും മൈദയിലെ ബേസ് ചെയ്ത, ഒന്നീ മൈദയിൽ ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഹെവി ഷുഗർ കണ്ടന്റ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം ഭയങ്കര ഓയിൽ കണ്ടന്റ് ഉള്ളതായിരിക്കും, വറുത്തത്, പൊരിച്ചത്, ഫ്രൈ ചെയ്തത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഈ മൂന്നും അല്ലാതെ നമുക്ക് ബേക്കറിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊക്കെ എന്തിനാണ്? ഓവറായിട്ട് രുചി തോന്നിക്കാനുള്ള സംഗതികളാണ്. മധുരം കൂട്ടുന്നതും അതേപോലെ നെയ്യ് കൂട്ടുന്നതും അതേ കണക്കിന് തന്നെ എണ്ണ കൂട്ടുന്നതും, എണ്ണയോ നെയ്യോ എന്തായാലും അത് കൂടുതലാവും തോറും രുചി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുട്ടികളും വാങ്ങിക്കും, കുട്ടികൾ മാത്രമല്ല വലിയവരും കഴിക്കും. പിന്നെ അത് വണ്ണം കൂടി എന്ന് പറഞ്ഞ് വലിയവരും നമ്മളടുത്ത് വരാറുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ കുട്ടിക്കാണിത് ബാധ്യത കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ കുഞ്ഞ് സ്ഥിരം അതൊരു ശീലമാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ശീലമാക്കി മാറ്റുമ്പോഴത്തേക്കും ഈ 3 കാര്യങ്ങൾ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് ഉണ്ടാവുന്ന ഒരു സംഭവം, അമ്മയും അച്ഛനും തന്നെ ശീലിപ്പിക്കുന്ന അടുത്തൊരു സംഭവമാണ് റെഗുലറായിട്ട് ഈ ബറോട്ട എന്നൊക്കെ. അതെ, നമുക്ക് ഈ കേരള ബറോട്ട എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഒത്തിരി മൈദ ഉപയോഗിച്ചിട്ട്, പണ്ട് മൈദ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് മൈദ സിനിമാ പോസ്റ്ററിനാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് മൈദ വളരെ കൂടുതൽ കേരള ബറോട്ട എന്നുള്ള സാധനത്തിന് ഉപയോഗിക്കും. ലൈഫ് ബീറ്റ്സിൽ ഇനിയൊരു ഇടവേള. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ലൈഫ് ബീറ്റ്സ് തുടരുന്നു. നമ്മളിപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഇത്, ആഹാരത്തിന്റെ ക്രമീകരണത്തെ പറ്റി ഭക്ഷണ രീതികളിൽ ഇപ്പം നമുക്കിപ്പോൾ സ്ഥിരം എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ സ്ഥിരമായിട്ട് ഈ കേരള ബറോട്ട എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് സ്ഥിരം പല വീടുകളിലും ഇപ്പം ഞാൻ കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചോദിക്കുമ്പോൾ അറിയാം. ഞാൻ ഒത്തിരി ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അതിൽ ഈ ഡയറ്റ് കൗൺസിലിംഗ് ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ രീതികൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കിയതാണിത്. എന്ന് വെച്ചാൽ രാത്രി നേരങ്ങളിൽ കഴിവതും പുറത്തുനിന്ന് വാങ്ങി വരുന്ന, അത് കഴിവതും കുട്ടികൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ഈ ബറോട്ടയും അതിൻ്റെ ബീഫായിരിക്കും മിക്കവാറും കൂടുതൽ അതിൻ്റെ കൂടെ ചേരുന്ന എന്തെങ്കിലും കറിയോ ഫ്രൈ ഓട്ടവോ ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. സോ ഇത് ആണ് കുട്ടികൾ ഒത്തിരി കഴിക്കുന്നത്. മിക്ക അമ്മമാരും ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പറയുന്ന ഡോക്ടറെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, ഡെയിലി ചിക്കൻ വേണം, അല്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെ ഭയങ്കര ഷാട്ടിയാണെന്ന് പറയും ഈ ഒരു 16-17 വയസ്സായ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ. സോ അപ്പം എന്തായാലും ഈ കുട്ടി സ്വയം ശീലിച്ചതല്ല അത്. സോ ഇത് അമ്മയും അച്ഛനും അവരുടെ സൗകര്യത്തിന് എന്തോ ഈ നൈറ്റ് ഫുഡ് പുറത്താക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു ഭക്ഷണം ശീലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് എല്ലാ രീതിയിലും കൊളസ്ട്രോൾ ഇൻക്രീസ് ആണ്. പിന്നെ ഈ ബീഫ് എന്ന് പറയുന്നത് ഹൈലി കൊളസ്ട്രോൾ ഡയറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്സ് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്ന ആണും പെണ്ണുള്ളത്. സോ വേറെ എത്രയോ സ്റ്റേറ്റ്സിൽ പോയിട്ടുള്ളപ്പോഴും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ചിക്കൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ബീഫ് ഇത്രയധികം കഴിക്കുന്ന ഒരു അവസ്ഥ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. ദെൻ
ചിക്കൻ ആണെങ്കിലും ഒരു ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിരിക്കണം. ഇപ്പൊ ദിവസവും ചിക്കൻ കഴിക്കണത് എന്നൊക്കെ പറയുന്നത് അത് ദേഹത്തിന് ഒരിക്കലും ഇറ്റ് ഈസ് നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ആരോഗ്യപരമായിട്ടുള്ള ഒരു സംഗതിയുമല്ല. സോ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കറി ആയിട്ട് കഴിക്കാം. വീക്ക്ലി ഞാൻ യൂഷ്വലി പറയുന്നത് 2 to 3 times a week. അതെ, അതല്ലാതെ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫിഷ്, നമുക്കിപ്പോൾ മലയാളികൾക്ക് ഏറ്റവും സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫിഷാണ്. ഫിഷ് ഡെയിലി കഴിക്കാം. അത് ഫ്രൈ അല്ലാതെ മേക്ക് ഇറ്റ് ആസ് കറി എന്ന് പറയാറുണ്ട്. പോളിസിസ്റ്റിക് ഓവറിയുടെ ട്രീറ്റ്മെന്റ് അല്ല, ഇതിപ്പോ നെക്സ്റ്റ് ഇപ്പം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഡയറ്റ് കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ ഡയറ്റ് തന്നെ ഇങ്ങനത്തെ ഡയറ്റാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാറുക എന്നല്ല. സോ അതിനൊരു ഡയറ്റ് ഗൈഡൻസ് ആണ്. ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറിൽ നിന്ന് ഒരു പേഷ്യന്റ് വന്നാൽ ട്രീറ്റ്മെന്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഞാനത് 4 ആയിട്ട് തിരിക്കാറുള്ളത്. ഒരു ഗുളിക കൊണ്ടോ ഒരു പാക്കറ്റുള്ള ഒരു മരുന്ന് കൊണ്ടോ മാറുന്നതല്ല പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഇപ്പൊ ഈ ഇതിൽ അണ്ടർലൈൻ ചെയ്ത് എനിക്ക് പറയേണ്ടത്. ഒരൊറ്റ മരുന്ന് കൊണ്ട് മാറും പോളിസിസ്റ്റിക് ഓവറി എന്ന് വിചാരിക്കുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെ മാറുന്ന ഒരു സംഗതിയല്ല. അതിന് 3-4 കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. മാറുന്നതെന്ന് വെച്ചാൽ മുഴുവനായിട്ട് അത് മാറി ദേഹത്തിൽ നിന്ന് വെളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയുമല്ല. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പറയുന്ന അവസ്ഥകളൊക്കെ തിരിച്ച് നമ്മൾ തന്നെ കൊണ്ടുവരാമെങ്കിൽ അത് ഏത് പ്രായത്തിലും തിരിച്ചു വരികയും ചെയ്യും. എന്നുവെച്ചാൽ ആ അണ്ടാശയം എന്നുള്ള സംഗതി ഉള്ളിടത്തോളം കാലം അതിൽ ഈ സിസ്റ്റുകൾ, അണ്ടാശയത്തിൽ നിറയെ സിസ്റ്റുകൾ വരികയും ആ സിസ്റ്റുകളിൽ നിന്ന് പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും, അതായത് മെയിൽ ഹോർമോൺസ് സ്ത്രീയിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ മെയിൻ ചേഞ്ച് അവിടെ നമ്മൾ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറയുന്ന ഒരു സ്ത്രീയിൽ സ്ത്രീ ഹോർമോൺ കുറയും, പുരുഷ ഹോർമോൺ കൂടും. അതുകൊണ്ടാണ് ഈ മീശ, താടിയും, മുഖക്കുരു, തലമുടി പൊഴിച്ചിൽ, തടി, ഇത്രയും സംഭവങ്ങൾ ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ചെറുപ്പത്തിലെ. അതും ഈ പുരുഷ ഹോർമോണിന്റെ അതിപ്രസരം കൊണ്ടാണ്. ബോഡിയിൽ ഒത്തിരി മെയിൽ ഹോർമോൺസ് കൂടുന്നുണ്ട്. സോ അത് വരാം. കൊളസ്ട്രോൾ ഒക്കെ വളരെ കൂടി നിൽക്കാം. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്നത് മൂഡ് സ്വിങ്സ്. ഭയങ്കര ദേഷ്യം കാണിക്കും കുട്ടി എന്നല്ല, അത് വരുന്ന ഏത് ഡിസീസ് വന്ന ഏത് പ്രായക്കാരായാലും നല്ല രീതിയിൽ ഇരുന്നൊരു പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്നൊരു കരച്ചിലും പിന്നെ ഒരു ഡിപ്രഷനും ഇതൊക്കെ സ്ഥിരമായിട്ട് കാണിക്കും. കാര്യം വെച്ചാൽ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു പോകുന്നത് കൊണ്ട് അവരുടെ ആ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, എമോഷണൽ ലബൈലാവുന്നതാണ് മെയിൻ പ്രോബ്ലം. സോ ആ ഒരു സ്ത്രീ ഹോർമോൺ കുറയും തോറും ഒരു സ്ത്രീയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും. അതല്ലാതെ വരുന്ന ദേഹത്തിന്റെ പ്രശ്നമാണ് ഈ പീരിയഡ്സ് വരുത്താതിരിക്കുക. മാസങ്ങളോളം വരില്ല. പിന്നെ ഏതെങ്കിലും ഒരു മാസം വന്നു കഴിഞ്ഞാൽ നിക്കത്തേയില്ല, ബ്ലീഡിങ് നിക്കത്തേയില്ല. മേ ബി മാസങ്ങളോളം ബ്ലീഡിങ് വരും. സോ അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ വർഷങ്ങളോളം വരാത്ത കുട്ടികളും ഉണ്ട്. അത് മൈൻഡ് ചെയ്യാതെ എത്രയോ പേര് പോകുന്നവരുണ്ട്. ഇതൊക്കെ കണ്ട് പല ഷോസ് കണ്ടിട്ട് വരുന്നവരും ഉണ്ട്. ഇത് ഇത്രയും പ്രശ്നമുള്ളതാണോ എന്നുള്ളത്. സോ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ബേസ് എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഭക്ഷണ രീതികളിൽ ഒരു ഗൈഡൻസ് എടുക്കുക. നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ പേഷ്യൻസിന് കൗൺസിലിംഗ് ഞാൻ തന്നെ കൊടുക്കാറുള്ള. ബിക്കോസ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്യില്ല. തീർച്ചയായിട്ടും അവർക്കും കൂടി പറ്റുന്ന എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പൊ ആ തരത്തിലുള്ള ഡയറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അവർ കഴിക്കുന്ന എല്ലാ ഡയറ്റും ദിവസം ഉള്ളതിന് ചിലപ്പം 3 എന്നുള്ളതിനെ 6 ആക്കി കൊടുക്കും, 6 നേരമാക്കി കൊടുക്കും. അതിൽ തന്നെ ഈ ഫാറ്റും ബേക്കറി ഇതൊക്കെ കുറച്ചു കൊടുക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് മടുത്തു ചെയ്യാൻ പറ്റും. സോ അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഡയറ്റ് ശരിയാക്കി കൊടുക്കുക എന്നുള്ളത്. സോ ഡയറ്റ് ഇപ്പം പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ യൂഷ്വൽ അവരുടെ ഡയറ്റ്സിൽ ഉള്ള പ്രശ്നങ്ങൾ മാത്രം മാറ്റി. ഇപ്പൊ ഒത്തിരി ഇപ്പൊ ചില കുട്ടികളുണ്ട്, ഇപ്പൊ കോളേജ് ഗേൾസിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവര് ഉച്ചയ്ക്ക് ഒരു ബർഗറും ഒരു കോളയും എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനെ മാറ്റാൻ പറയും ആദ്യം. ഈ ബർഗർ എന്ന് പറയുന്നത് ഹൈലി ഫാറ്റിയാണ്. ഈ കോള എന്ന് പറയുന്നത് 24-25 സ്പൂൺ ഷുഗർ അതിൽ ഒരെണ്ണത്തിൽ മാത്രം കാണും. സോ അങ്ങനെയാണ് നമ്മുടെ കണക്ക്. അപ്പോൾ കാലറി എന്തുമാത്രം കൂടി എന്നുള്ള കാലറി വാല്യൂ ഒരുപാട് കൂടുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. നമുക്ക് ഭക്ഷണത്തിന്റെ സൈസ് അല്ല, അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ചോറ് കഴിച്ചാൽ ഒരുപാട് വണ്ണം വയ്ക്കുന്ന പലർക്കും ഒരു ചിന്തയുണ്ട്. ചോറും അതിൻ്റെ അളവുള്ള ക്വാണ്ടിറ്റിയിൽ
ഒരു റെസ്ട്രിക്ഷനോട് കൂടി കഴിച്ചാൽ ഒരിക്കലും വണ്ണം വയ്ക്കേണ്ട കാര്യമില്ല. സോ എപ്പോഴും അതുകൊണ്ട് ഞാൻ യൂഷ്വലി കൊടുക്കുന്ന കൗൺസിലിംഗിൽ 11 മണിക്ക് ഒരു ചെറിയ സ്നാക്ക്, അതായത് ദോഷമില്ലാത്ത ഫ്രൂട്ട് സാലഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാൻഡ്വിച്ചസോ എന്തെങ്കിലും വരണം. അത് കഴിഞ്ഞ് 4 മണിക്ക് അതേപോലെ എന്തെങ്കിലും ഒരു സ്നാക്ക്, അവരുടെ ഇഷ്ടം ചോദിച്ചിട്ട് അതനുസരിച്ചുള്ള ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പയർ വേവിച്ചതോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഐറ്റം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്കും കൂടെ കൊടുക്കും. 7 o'clock അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്. അപ്പോൾ ഈ നൈറ്റിലത്തെ ഭക്ഷണം ഭയങ്കര കൂടാതെ ഇരിക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഓട്സ് ഒക്കെ കൂടുതൽ കുടിച്ചോളാൻ പറയും. അതിൽ ഒത്തിരി പാല് ചേർക്കാതെ ഒത്തിരി മധുരം ഇല്ലാതെ ഓട്സ് ഒക്കെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും വാങ്ങിച്ചു വെച്ചേക്കാൻ പറയും. അവരവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, പഴം ആയാൽ പോലും മതി. മറ്റേ ഏത്തമ്പഴവും മറ്റേ ചുമന്ന പഴവും മാറ്റിയിട്ട് ബാക്കി ഷുഗർ കണ്ടന്റ് കുറഞ്ഞ പഴം, പിന്നെ മാങ്ങ ചക്കയൊക്കെ അധികം ഉപയോഗിക്കാതിരിക്കുക ഫ്രൂട്ട്സിലാണെങ്കിൽ. ബാക്കി അതെല്ലാം കുറച്ച് 3-4 പീസിലൊക്കെ നിർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ ഇത് ഈ തരത്തിലൊരു ഡയറ്റ്. പിന്നെ ബേക്കറി ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ബേക്കറി ഐറ്റംസ്. പിന്നെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ചൈനീസും കഴിയുന്നിടത്തോളം ചൈനീസ് ഒരുപാട് കഴിക്കാതെ അവോയ്ഡ് ചെയ്യാം. കാര്യം വെച്ചാൽ അതിലുള്ള അജിനോമോട്ടോ ഓവറിക്ക് കുറച്ചെല്ലാം നല്ല ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. സോ അത് പ്രോപ്പർ ചൈനീസ് ഫുഡ് ആണെങ്കിൽ അതിൽ അജിനോമോട്ടോ കാണും. അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ടു മച്ച് ഓഫ് ചിക്കൻ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ആക്കി കറിയായിട്ട് വീട്ടിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെളിയിൽ നിന്ന് കിട്ടുന്ന മിക്കവാറും ഫ്രൈഡ് ആയിരിക്കും. സോ അതും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫ്രൂട്ട്സ് അവരിലേക്ക് ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഫ്രൂട്ട്സ് സാലഡ് പോലെ ആക്കി അതിൽ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഹണി ഉപയോഗിച്ചോളാൻ പറയും. നല്ല പ്യൂരിഫൈഡ് ഹണി. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഇത് കുറയും. പിന്നെ അതേപോലെ ലെമണും ഹണിയും കൂടി ഇട്ടിട്ടുള്ള ബ്ലാക്ക് ടീ ആണെങ്കിൽ ഇടയ്ക്ക് കുടിക്കാം, നല്ലതാണ്. അത് പല കാര്യങ്ങൾ, ഗ്രീൻ ടീയും അതേപോലെ വളരെ യൂസ്ഫുൾ ആയിരിക്കും വിത്ത് ഹണി. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഹണി ഉപയോഗിക്കാം. സോ ഇങ്ങനെയൊക്കെ നമുക്കൊരു ചെറിയ രീതിയിൽ ഡയറ്റിന്റെ മാറ്റങ്ങൾ. അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സസൈസ്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്. പോയി തടി കുറയ്ക്കൂ, പോയി എക്സസൈസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ എളുപ്പം. പക്ഷെ 1000 കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടമ്മയായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീ ആയിരിക്കും. അവർക്ക് രാവിലെ എണീറ്റ് ഏതാ സമയം ഈ എക്സസൈസിനെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും. ഒരു പക്ഷേ 6 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് ഒരു 20 മിനിറ്റ്, അതിനപ്പുറത്ത് രാവിലെ ഈ എല്ലാ ബഹളത്തിന്റെ ഇടയിലും ചെയ്യേണ്ടെന്ന് പറയും. കുളിക്കണതിന് മുമ്പേ നമ്മൾ എന്തായാലും ഒരു 20 മിനിറ്റ് ഒരു റെസ്റ്റ് ഉണ്ടാവുമല്ലോ. സോ ആ 20 മിനിറ്റ്സ് ഒരു ട്രെഡ്മില്ലോ അല്ലെങ്കിൽ നല്ലോണം നടക്കാൻ പറ്റുമെങ്കിൽ വേർക്കത്തക്ക രീതിയിൽ നടത്തവും ഓട്ടത്തിന്റെ ഇടയിലുള്ള ഒരു സംഗതി ജോഗിങ് എന്ന് പറയാം. പെൺകുട്ടികളുടെ അടുത്തൊക്കെ ആണെങ്കിൽ ജോഗിങ് തന്നെ ചെയ്തോളാം പറയും, ടീനേജേഴ്സിന്റെ അടുത്ത്. അപ്പൊ നല്ലോണം വേർത്തിട്ട് വീട്ടിലേക്ക് വന്ന് പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് കുളിച്ചേക്കാൻ പറയും. സോ ഇത് അപ്പൊ ഈ വ്യായാമം എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പവും ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സോ അത് പ്രാക്ടിക്കലി അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരാൾ അഡ്വൈസ് ചെയ്യാൻ എളുപ്പമാണ്, പോയി എക്സസൈസ് ചെയ്തോളൂ എന്ന്. പക്ഷെ ഈ രാവിലെ എണീക്കണ പ്രയാസം നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാവർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ ആ ജോലിക്ക് പോണ സമയം വരെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലുള്ള കുട്ടികളെയും ഭർത്താവിനൊക്കെ അയച്ച് തീരണ വരെ ഉള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് എല്ലാ വീടുകളിലും ഉള്ളതാണ്. സോ അതിൻ്റെ ഇടയിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന പറയുന്നത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നടക്കണ കാര്യമില്ല. അവർ ഇതിനു വേണ്ടി കഷ്ടിച്ച് 3-4 ദിവസം ചെയ്യുന്ന 4ാമത്തെ ദിവസം അവർക്ക് മതിയാവും. സോ മാക്സിമം ഞാൻ അഡ്വൈസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രീ ടൈം ഏതെന്ന് ചോദിക്കും. മാക്സിമം എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്ക് പോണവരാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കുളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു ഫ്രീ ടൈം ആയിരിക്കും, കുറച്ച് സ്വസ്ഥതയുള്ള ഒരു സമയമായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. സോ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആ വൈകിട്ട് സമയം നമുക്ക് ഒരു ദിവസം ഇത്ര കാലറി അവർക്ക് മാറണം എന്നുള്ളതേ ഉള്ളൂ. സോ ആ വൈകിട്ട് സമയത്ത് വയറിനകത്ത് വലിയ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം, അത് മിക്കവാറും 5-6 മണിക്കൊന്നും നമ്മൾ അത്ര വലിയ ഹെവി ഫുഡൊന്നും കഴിച്ച സമയമായിരിക്കില്ല. സോ ആ സമയത്ത് വന്നിട്ട് കുളിക്കാൻ പോണതിന് മുമ്പേ അപ്പോൾ ഒരു 1/2 മണിക്കൂർ ചെയ്തോളാൻ പറയും. വീട്ടിൽ തന്നെ എന്തെങ്കിലും ട്രെഡ്മില്ലോ ഇതോ ഉണ്ടെങ്കിൽ ഈസിയർ, വെളിയിൽ പോയി എല്ലാ ദിവസവും നടക്കാന്ന് പറയാം. സോ ഒരു 1/2 an hour ആദ്യം തുടങ്ങാൻ പറയും, ചെറിയ സ്പീഡിൽ 1/2 an hour തുടങ്ങുക. സോ ഫസ്റ്റ് എടുത്ത
തണുത്തതും പിന്നെ തെറ്റായിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ജിമ്മുകളിൽ പോയിട്ട് 2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പൊ ഈ കാലിന്റെ ഇവിടം വയ്യ, അത് വയ്യ, ഞാൻ അതാ പറഞ്ഞു ഇപ്പൊ നടക്കാനെങ്കിലും പറ്റും, ഇനി അതും കൂടി ഇല്ലാണ്ടാക്കണ്ടെന്ന് പറയും. സോ ചെയ്യുമ്പോൾ എല്ലാം മിതമായിട്ട്, ഓൾവേസ് ബി വെരി സോഫ്റ്റ് ഓൺ സംതിങ്. മിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം ചെയ്തു തുടങ്ങുക. സോ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആദ്യം എക്സസൈസ് ചെയ്തു തുടങ്ങുക. ഒരു 20 മിനിറ്റ്, പിന്നെ പതുക്കെ അതിനെ കൂട്ടി 30 മിനിറ്റ്, പിന്നെ 40 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ദേഹവും അതിനെ അക്സെപ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇത് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും മെഡിക്കൽ ട്രീറ്റ്മെന്റ്. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. സോ അപ്പൊ നെക്സ്റ്റ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ദ ഫൈനൽ, ദാറ്റ് ഈസ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇതൊക്കെ ഡോക്ടറുടെ അഡ്വൈസസ് ആണ്. വാട്ട് ഈസ് ഡോക്ടർ ഗോയിങ് ടു ഡു? ഇപ്പം കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ത്രീ ഹോർമോണുകളുടെ അളവ് അവരിൽ കൂട്ടുകയും പുരുഷ ഹോർമോണുകൾ അവരുടെ ബോഡിയിലുള്ളതിനെ മാറ്റി കളയാനുള്ള രീതിയിലുള്ള മരുന്നും ഫോർമുലേഷൻസും. ഇന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ വിപണിയിൽ ഇറങ്ങുന്നത് PCOD ക്ക് വേണ്ടിയാണ്. നമുക്ക് അൺബിലീവബിൾ ആണ്. സോ PCOD മാറ്റാനുള്ള പലതരം സപ്ലിമെന്റ്സ്, പിന്നെ ഒരു ചെറിയ ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും അവർക്ക്, അതിനെ കുറയ്ക്കാനുള്ള ഇത്, പിന്നെ ഫാറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് മാത്രമല്ല അതിനുള്ള സപ്ലിമെന്റ്സ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഹോർമോണിനൊന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് വന്നിട്ട് യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു, ബൈ മൈ എക്സ്പീരിയൻസ് വാട്ട് ഐ സേ 6 to 8 മന്ത്സിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുക, അസിസ്റ്റൻസ്. അതിനുള്ളിൽ ആ കുട്ടിയുടെ വെയിറ്റും ഡയറ്റും നമ്മൾ ശരിയാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ഡ്രഗ്സ് ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് പിന്നെ പീരിയഡ്സ് വരുന്ന ഒരു അവസ്ഥ എൻ്റെ പേഷ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. എല്ലാ മാസവും കൃത്യമായിട്ട് വരുത്തുന്നത് തന്നെ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ വെയിറ്റ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ നോക്കും, കുറഞ്ഞിട്ടില്ല എന്ന് പറയും, അതെന്തേ കുറയാത്ത, എന്തേ ശരിയാവുന്നില്ലല്ലോ എന്ന്. നമ്മുടെ മോട്ടിവേഷൻ വിൽ ഹെൽപ്പ് ദം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് കുറഞ്ഞേന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിക്കൊണ്ടുവരുന്നത്. ചില സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്, ഡോക്ടറെ എനിക്ക് 2 കിലോ കുറഞ്ഞു, ഞാൻ അവിടെ എവിടെയോ നോക്കി എന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ ഓൺ എവറിത്തിങ്, പിന്നെ ആ റെഗുലർ ചെക്കപ്സ് വിത്ത് ഡ്രഗ്സ്, തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയുള്ള മെഡിക്കൽ ഫോർമുലേഷൻസ് ഉണ്ട്, നമ്മൾ കൊടുക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ 1-2 വർഷം കഴിഞ്ഞ കുട്ടികളില്ല, അവരുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഈ മരുന്ന് കൊടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല. സോ അവർക്ക് നമ്മൾ നോക്കുന്നു, ശരിക്കുള്ള അണ്ടോൽപാദനമേ ഇല്ല, ഓവറിക്ക് ശരിക്കും ആക്ടിവിറ്റിയേ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഷീ ക്യാൻ ഗോ ഫോർ ഇസ് ലാപ്രോസ്കോപ്പി. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിലാണ്. അതായത് ഒരു ഓവുലേഷനും ഇല്ല, ഒരു അണ്ടോൽപാദനം ഇല്ല, ഓവറി ആക്റ്റീവേ അല്ല. എത്ര കാലം നമ്മൾ വന്നിട്ട് ഹോർമോൺസും ഇതുമൊക്കെ അവരിൽ കുത്തിവെച്ച് എഗ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അതിലും നല്ലത് ആ കുമിളകൾ ഉണ്ടായതിനെ കരിച്ച് കളഞ്ഞിട്ട് ട്യൂബ്സ് ഒക്കെ നോർമലാന്ന് നോക്കി, യൂട്രസിനെയും ക്ലീൻ ചെയ്ത് യൂട്രസിന്റെ ഉൾഭാഗവും നോക്കി, ഷീ ഹസ് ഗോട്ട് നോ പ്രോബ്ലം, പ്രിപ്പയർഡ് ഫോർ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഹസ്ബൻഡിന്റെയും സെമനൊക്കെ ചെക്ക് ചെയ്ത് ഹീ ഈസ് ഓൾസോ നോർമൽ എന്ന് അറിയണം. ദറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പോളിസിസ്റ്റിക് ഓവറി എന്ന് അറിയുമ്പോൾ ദയവ് ചെയ്ത് അത് സൗന്ദര്യ പ്രശ്നം എന്ന് വിചാരിക്കാതിരിക്കുക. മുഖത്ത് മുടി വളർച്ച വരുന്നതും തടി വെക്കുന്നതും പിമ്പിൾസ് വരുന്നതും സൗന്ദര്യത്തിന്റെ മാത്രമായിരിക്കില്ല. ഇതെല്ലാം കൂടി ഒരു കുട്ടിയിൽ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ദയവേത് അമ്മമാരും കുട്ടികളും വിചാരിക്കുക ഒരു ഗൈനക്കോളജിസ്റ്റിനെ മസ്റ്റായിട്ട് കാണണം എന്നുള്ളത്. നിങ്ങൾ സ്കിൻ ഡോക്ടറെ കണ്ടോളൂ, അതിനോടൊപ്പം ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. എന്നുവെച്ചാൽ ഉള്ളിൽ നിന്നുള്ള പ്രശ്നം, ആ ഹോർമോൺ പ്രശ്നം മാറാതെ ഈ സംഗതികളൊന്നും, ഈ സൗന്ദര്യ പ്രശ്നം അത് തനിയെ മാറിക്കോളും ഈ പ്രശ്നം മാറുമ്പോൾ. സോ അതിനും നമുക്ക് സപ്ലിമെന്ററി ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനോടൊപ്പം അധികം തടി വെച്ച് വരുമ്പോൾ തന്നെ അതിനെ ഒരു ലിമിറ്റിൽ കൺട്രോൾ ചെയ്യാനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കേണ്ടത്. പിന്നെ 3-മത്തെ കാര്യം, ചെറിയ രീതിയിൽ ഒരു നടത്തമെങ്കിലും
ഒരു അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുറച്ചു നേരം കളിക്കാനെങ്കിലും അവർ അനുവദിക്കണം വീട്ടുകാർ. സോ ഇത്രയും ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഈ 3% നിന്ന് 15% വന്ധ്യതാ റേറ്റ്. അതായത് കുട്ടികൾ ഉണ്ടാത്തവരുടെ റേറ്റ് കേരളത്തിലത്തെ റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. 15 വർഷത്തിനു മുമ്പേ 3%, ഇന്ന് 15%. സോ നമ്മളാണ് ഇതിന്റെ കാരണക്കാർ. ആരും വെളിയിൽ നിന്ന് കാരണക്കാരാവുന്നില്ല. സോ അവനവനാണ് അതിന്റെ കാരണക്കാർ, വീട്ടുകാരും, അതായത് വളർത്തിക്കൊണ്ടുവരുന്ന വീട്ടുകാരും. സോ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പോളിസിസ്റ്റിക് ഓവറി നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. എന്നുവെച്ചാൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡിസീസാണ് നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത രീതിയും കൊണ്ട്. സോ അത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം. കല്യാണം കഴിഞ്ഞിട്ടല്ല ട്രീറ്റ്മെന്റ്, കുട്ടികൾ ഉണ്ടാവാത്തപ്പോൾ അല്ല ട്രിറ്റ്മെന്റ്, അതിന് മുമ്പേ ടീനേജിൽ തന്നെ അത് കണ്ടു തുടങ്ങുമ്പോൾ അമ്മമാരെ ദയവേത് കുട്ടികളെ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് കല്യാണത്തിന് മുമ്പേ അവരെ ഇത്തരത്തിലുള്ള ആരോഗ്യവതികളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അത് അമ്മമാരുടെ കയ്യിലാണ് ധരിക്കുന്നത്. പിന്നെ കുട്ടികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മേ ബി 20 years ഒക്കെ ആയ കോളേജ് ഗേൾസ്, അവർക്ക് തന്നെ ഇത് കേട്ടാൽ മനസ്സിലാവും. സോ പ്ലീസ് ടേക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് ലെറ്റ് us eradicate polycystic ovary from Kerala. Thank you. ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. താങ്ക് യു ഡോക്ടർ. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.